അവിടെ ആക്റ്റീവ് ആണെങ്കിൽ ഇതിനാണ് ആള്. എൻ്റെ കൂടെ നമ്മൾ വേറെ ആളെ പറ്റി പിടിച്ചു തരാം. ഇത് ഗുസ്തിയാണോ കെട്ടിപ്പിടുത്താണോന്ന് അറിയില്ല കേട്ടോ. ഇത് നമ്മൾ ആരോണ ചാടും ആത്മഹത്യ ചെയ്ത്. ഹലോ ഗൈസ്, നമസ്കാരം. എന്തല്ല നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചുകൊണ്ട് വെച്ച് ചെറിയ മീനുകളെ പിടിക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ഈ ഒരു ഫിഷിങ്ങിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെറ്റ് ഫിഷായ ആരോണയ്ക്ക് ഫീഡിങ്ങിന് വേണ്ടിയാണ് ഈ ചെറിയ മീനുകൾ പിടിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ആരോണയ്ക്ക് ലൈഫ് ഫിഷുകളാണ് കൊടുക്കാറുള്ളത്. ഇന്നലെ വൈകുന്നേരം ഞാൻ വന്നുകൊണ്ട് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ എന്ത് മീനുകളാണ് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കഴിച്ച് എൻ്റെ പേര് റസ്വീൻ. വെൽക്കം ടു മൈ ചാനൽ റസ്വീൻ ഡസ് ഫിഷിംഗ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ട്രാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ 2 ചെള്ളിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരം ഇതുപോലെ കഴിച്ചുകൊണ്ടിടാൻ വന്ന് ബാക്കി ഒന്ന് മൈദ മിക്സ് ഇതിലോട്ട് ഇടുകയാണ് ചെയ്തത്, ട്രാപ്പിലോട്ട് ഇടുകയാണ് ചെയ്തിരുന്നത്. എന്തായാലും ട്രാപ്പ് നമുക്കൊന്നുകൂടെ സെറ്റ് ചെയ്തുകൊണ്ട് താഴോട്ട് ഇറക്കി വെക്കാം. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോകുമ്പോഴേക്കും എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഈ ട്രാപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തായാലും നമുക്കിനി നമ്മളെ പോൾ റോഡ് വെച്ചുള്ള ചൂണ്ടപ്പരിപാടി തുടങ്ങാം. എന്തെങ്കിലും കിട്ടും നോക്കാം. അപ്പം നമ്മളെ ഫസ്റ്റ് ചൂണ്ടയിടലാണ്. സോ ഇതെന്തായാലും ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല, നമുക്ക് നോക്കാം ആദ്യത്തെ മീൻ അടിക്കാൻ വേണ്ടി എത്ര ടൈം എടുക്കുന്നുണ്ട്, എത്ര എടുത്തു എന്നുള്ളത്. ഇങ്ങനത്തെ ചെറിയ മീനുകൾ അടിക്കാൻ പൊതുവേ അങ്ങനെ ടൈമൊന്നും എടുക്കാറില്ല. ഇട്ടത്തന്നെ അടിക്കുന്ന ചില ലൊക്കേഷൻസും ഒക്കെ ഉണ്ടാവാറുണ്ട്. ടൈമിനനുസരിച്ചും ലൊക്കേഷൻസിന് അനുസരിച്ച് ഇരിക്കും എങ്ങനെ മീൻ അടിക്കുന്നത്. യെസ്, ഫസ്റ്റ് ഫിഷ് എങ്ങനെ പിടിക്കണം, വേറെ ഒന്നുമല്ല, ലോക്കില്ലാത്ത ഹുക്കാണ്. അപ്പോൾ നമ്മൾ മീനിൻ്റെ ബക്കറ്റിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ബക്കറ്റിന് ടോപ്പ് വെച്ചത് വേറെ ഒന്നുമല്ല, പൊതുവെ അങ്ങനെ ടോപ്പ് വെക്കാറില്ല, അല്ലെങ്കിൽ കുറച്ച് ഓപ്പണാക്കിയാണ് വെക്കുക. പക്ഷേ ഇവിടെ അങ്ങനെ ഓപ്പണാക്കി വെച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ മീൻ ചാടിപ്പോവും ഉറപ്പായിട്ടും. കാരണം ഇത് നന്നായി ചാടുന്നൊരു മീനാണ്. പിന്നെ ഇവർ ചാടി കഴിഞ്ഞാൽ 4 സൈഡ് ഓപ്പൺ ആയതുകൊണ്ട്, ലൈക്ക് നമ്മൾ നിൽക്കുന്ന ഒരു ചെറിയ പാലം പോലെ ഒരു സ്ഥലത്തായതുകൊണ്ട് മീൻ പോകുന്നുള്ള ഉറപ്പാണ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ചിക്കൻ്റെ സൈസും അതിമ വെക്കുന്ന വെയിറ്റ് കണ്ടോ. ഫോക്കസ് എടുത്ത് വെക്കുമ്പോൾ ഫോക്കസ് ആവുന്നില്ല. യെസ്, കണ്ടോ, അത്രേ ഉള്ളൂ. ഈ പരലിനൊക്കെ പിടിക്കാൻ തന്നെ പറ്റുള്ളൂ ഈ ഹുക്ക്. പിന്നെ ഇതൊരു ബാർബ്ലെസ് ഹുക്കാണ്, അതായത് ഹുക്കുമേലും മറ്റേ തിരിച്ച് ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ലോക്കില്ല. സോ മീന് കൊത്തി കഴിഞ്ഞാൽ ഒന്നത് മീനിന് പരിക്ക് പറ്റുന്നത് കുറവായിരിക്കും. പക്ഷേ മീൻ ഹുക്കപ്പ് ആയാലും ഹുക്ക് വന്ന് ഉരിപ്പോകാനുള്ള ചാൻസും കൂടുതലായിരിക്കും. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നൊരു മീനുണ്ട്. അവിടെ ആക്റ്റീവ് ആണെങ്കിൽ പക്ഷേ നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ആ മീന്. അപ്പോൾ അതാണ് ബാർബ്ലെസ് ഹുക്കായുള്ളൊരു പ്രശ്നം, പെട്ടെന്ന് ഹുക്കുമെന്ന് അവർ ഉരിപ്പോവും. ഇതാണ് ഐറ്റം. തുപ്പലും കൊത്തി എന്നൊക്കെ പറയും, പക്ഷെ വേറൊരു നല്ല പേരുണ്ട്. ഓൾമോസ്റ്റ് റിമൂവായി, ഫുൾ റിമൂവായി. വേണ്ട, അതിനത് പിടിച്ചതാ. എൻ്റെ കൈമത്തെ ചെള്ളു ഫുള്ള് എൻ്റെ കൈമലായി, പക്ഷെ അതിൻ്റെ മേലുള്ള ചെള്ളു ഫുള്ള്. നല്ല രസമുള്ളൊരു മീനാണ് കാണാൻ, ഫുള്ള് കലങ്ങി മറിഞ്ഞ വെള്ളമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കട്ടി കുറഞ്ഞ ലൈൻ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ. ഇങ്ങനത്തെ ചെറിയ മീനുകളെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന അത്യാവശ്യം കുറച്ചൊരു തിക്കായിട്ടുള്ള ലൈനാണ്.
പോയി, മിസ്സായി പോയി. ചെറിയ എടാ, ആ തരിപ്പ് കയ്യിൽ കിട്ടി മീൻ്റെ, മിസ്സായി പോയി. ചെള്ളി വെറുതെ അല്ല കേട്ടോ, ഇതന്നെയാണ് ആള്. വെറുതെ എല്ലാവരും കൊണ്ടുപോയത്. അപ്പം അതിൻ്റെ ശേഷം ഗൈസ് പിന്നെ ഇട്ട് വെച്ചിരുന്നു നമ്മളെ ട്രാപ്പ്. അപ്പം അതിലൊരു ആമയും ഒരു ചെള്ളിയുണ്ട്. ആമനെ നമുക്ക് നല്ല വെള്ളത്തിലോട്ട് തന്നെ ഇടാം, പിന്നെ ചെള്ളിനെ നമുക്കെടുക്കാം. ആണ് ഐറ്റം. ചാടും, ഒന്നോ ആത്മഹത്യ ചെയ്ത്. ഞാൻ ആത്മഹത്യ ചെയ്ത് ഗൈസ്. നമ്മളെ ചെള്ളി ഇതിലുണ്ട്, അതിനെ ഞാൻ ബക്കറ്റിലിട്ട് കൊണ്ടുപോകും. അപ്പം നമ്മളെ കഴിച്ചുകൊണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഫിഷുകളൊക്കെ ഞാൻ ടാങ്കിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം കിട്ടിയ ഫിഷുകളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇന്ന് കിട്ടിയ ചെള്ളികളൊക്കെ ഞാൻ ഒരു അക്വേറിയം ടാങ്കിലോട്ട് ഇട്ടാണ്. അത് മീൻ പിടിക്കാൻ പോകുമ്പോൾ അതിന് കോർത്തിടാൻ വേണ്ടി. ഇതിൽ ഒരു പൂട്ടൊന്ന് കിട്ടിയാണ് കേട്ടോ, ഒരു പള്ളത്തിൽ നിന്നൊക്കെ പറഞ്ഞ ഐറ്റം. പിന്നെ വേറെ ഐറ്റം ഉണ്ട് ഇതിൽ, ഒരു എക്ലിപ്സ് കാറ്റ്ഫിഷ്, നമ്മളെ മഞ്ഞക്കുരി മഞ്ഞളേട്ട എന്നൊക്കെ പറഞ്ഞ ഐറ്റം. കുറച്ച് പരിക്കായിട്ട് അവിടെ കിടക്കുക. വേറൊരു ഐറ്റം ഉണ്ട് ഇതിൽ, കാറ്റ്ഫിഷ് കാറ്റഗറിയിൽ പെടുന്ന തന്നെയാണ്. ഇതിനിവിടെ കോട്ടി എന്ന് പറയും. എന്താണ് നിങ്ങളവിടെ പറയുന്ന കമൻറ്റ് ചെയ്യുക. ഇത് ഗുസ്തിയാണോ കെട്ടിപ്പിടുത്താണോന്ന് അറിയില്ല കേട്ടോ ഗൈസ്. സംഭവം എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ആ പൊടി. ഇത് നമ്മൾ അരോണ നമ്മൾ ഫിഷ് ടാങ്ക് പൊട്ടിയിട്ട് തൽക്കാലം അരോണനെ ഇതിലാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു കുഴപ്പമില്ലാത്തൊരു സൈസ് എക്ലിപ്സ് കാറ്റ്ഫിഷും ഉണ്ട്. ആ ചട്ടിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം. ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. അവിടെ അത്യാവശ്യം ഒരു സൈസൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് പിടിച്ച മീനും വേറെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. ഇന്ന് പിടിച്ച ഏറ്റവും വലിയ മീൻ ഇതാണ് കേട്ടോ, ഇയാളാണ്. ഇതാണ് നമ്മളെ ലീക്ക് വന്ന അക്വേറിയം എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം സൈസുള്ളൊരു അക്വേറിയം. ഇതിലായിരുന്നു ഞാൻ എൻ്റെ വലിയ മീനുകളെ കിട്ടിയത്. അരോണ, പിരാന ഒക്കെ ഉണ്ടായിരുന്നു ഇതിൽ. അതിൻ്റെ ടോപ്പാണ്, ടോപ്പും ഇതൊക്കെ ഊരി വെച്ചു. സോ ഇത് ഇനി ഒന്നെങ്കിലും ഒഴിവാക്കും, അല്ലെങ്കിൽ ഇത് ഒട്ടിച്ചെടുക്കണമായിട്ടുണ്ടാകും. ഫുള്ള് ഊരിയിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. അത്രേ ഉള്ളൂ നമ്മളെ സിമ്പിൾ മീൻപിടുത്തം എന്ന് പറയുമ്പോൾ ചെറിയ മീനാട്ടോ, നമ്മളെ കഴിച്ചുകൊണ്ട. അതിൻ്റെ കൂടെ നമ്മൾ വേറെ ആളെ പരിചയപ്പെടുത്തി തരാം. നമ്മളെ ഓസ് എന്നാണ് ഇതിൻ്റെ പേര്, ഓഷ്യൻ ക്യാറ്റാണ്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു, ബൈ.